തണ്ണീർപ്പന്തലിൽ നമ്മൾ ഇന്ന് കരിമീൻ മപ്പാസ് വെക്കുകയാണ്. അതിന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കരിമീൻ വെച്ചു. ഇപ്പോൾ നമ്മുടെ വിശാൻ ചേട്ടൻ അത് നമ്മൾ അതിനുള്ള ഗ്രേവി റെഡിയാക്കുകയാണ് കേട്ടോ മപ്പാസിനുള്ള. ഇപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, ഇങ്ങനെ 3 ഐറ്റം ഇട്ട് നല്ലവണ്ണം മൂപ്പിക്കുകയാണ്. അങ്ങനെ അതിനകത്ത് നമ്മൾ വീണ്ടും നമ്മൾ സവോള, ചെറിയ ഉള്ളി, സവോള ഇട്ടു, ചെറിയ ഉള്ളി ഇട്ടു, അതുപോലെ തന്നെ നമ്മുടെ കരിവേപ്പില വെള്ളം ഇട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ നമ്മൾ വഴറ്റുകയാണ്. അങ്ങനെ നമ്മൾ പൊടിയൊക്കെ ചേർത്ത് നല്ല വെണ്ണം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ തക്കാളിക്കായും കൂടെ ആഡ് ചെയ്യുക. തക്കാളിക്ക ആഡ് ചെയ്ത് നല്ലവണ്ണം സോൾട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ നല്ലവണ്ണം വഴന്ന ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ 2-ാം പാലാണ് ചേർക്കുന്നത് കേട്ടോ. 2-ാം പാൽ ഒഴിക്കുകയാണ്. 2-ാം പാൽ ഒഴിച്ച് നമ്മളതൊന്ന് തിളയ്ക്കാനായിട്ട് ഗ്രേവി. അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കരിമീൻ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതാണ്, അത് അതിനകത്തേക്ക് ഇടുകയാണ്. ഓക്കെ, നമുക്കൊന്ന് തിളയ്ക്കാന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ 1-ാം പാൽ നമ്മൾ ഒഴിക്കുകയാണ്. 2-ാം പാൽ ഒഴിച്ച് നമ്മൾ തിളപ്പിച്ചു. അങ്ങനെ ഒഴിക്കുകയാണ്. പാളന്റെ പാട്ടിനെന്നും താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചോട് വെച്ചിടും. ഇങ്ങനെ നമ്മൾ 1-ാം പാല് ഒഴിച്ചു. ചേട്ടാ ഒന്ന് ചുറ്റിച്ച് നമ്മൾ വെക്കുകയല്ലേ, ചുറ്റിച്ച് നടക്കും. ഇപ്പം നമ്മുടെ കരിമീൻ മപ്പാസ് അടുപ്പയിലിരുന്ന് തിളക്കുകയാണ്. നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മളത് സെർവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മളത് ഡിഷ് ഔട്ട് ചെയ്യാൻ സമയമായി. അപ്പം നമ്മളിപ്പോൾ അത് മാറ്റുകയാണ്. നമ്മൾ അത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഗ്രേവി ഒഴിക്കുകയാണ്. പിന്നെ നമ്മളിനി അത് ഫൈനൽ ടച്ചപ്പിലേക്ക് ആയിരിക്കും. തക്കാളിക്കൊക്കെ വറുത്ത് അങ്ങനെ നമ്മുടെ കരിമീൻ മപ്പാസ് റെഡി ആയിരിക്കുകയാണ് കേട്ടോ.